എല്ലാ കലാലയങ്ങളിലും കുട്ടികളോട് ഇതിന് പറ്റിയ വിധത്തിലുള്ള അവബോധം ജനിപ്പിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഓരോ സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ഒക്കെ മേലധികാരികൾ അപ്രകാരം സംഭവിക്കുകയില്ല എന്നുള്ള വിധത്തിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. മാതാപിതാക്കളുടെയും സത്വരമായ ശ്രദ്ധ ഈ ഒരു കാര്യത്തിന് വേണം. കാരണം എനിക്ക് തന്നെ അറിയാം, 3 കുടുംബങ്ങളിൽ ഇപ്രകാരം റാഗിങ്ങിന് ഇരയായി ഇപ്പോൾ അവരുടെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചെന്ന് മാത്രമല്ല, ആ കുടുംബത്തിന് വലിയ ഭാരമായി, ഒരു തീരാ ദുഃഖമായി ആ കുഞ്ഞുങ്ങൾ ഭവനങ്ങളിൽ കഴിയുന്നുണ്ട്. അപ്രകാരം മേലിലെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലെ, പ്രത്യേകിച്ച് ഇങ്ങനെ വളരാനും ഉയരാനും ഒത്തിരി സാധ്യതകളും സിദ്ധികളുമുള്ള കഴിവുറ്റ കുഞ്ഞുമക്കൾ, അവരുടെ ജീവിതം പാടെ ഭാവിയെല്ലാം ഇരുളടഞ്ഞ വിധത്തിൽ ആയിത്തീരുന്ന റാഗിങ് നിയമപരമായി തന്നെ അത് നിർത്തേണ്ടിയിരിക്കുന്നു. അതിന് മാനേജ്മെൻറ്റ്, മാതാപിതാക്കൾ, വിദ്യാർത്ഥികളുടെ ഇടയിൽ പൊതുസമൂഹം വ്യക്തമായ ധാരണയും അവബോധവും ജനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ക്രിയാത്മകമായ വിധത്തിൽ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. മേലിലെങ്കിലും ഒരു കുഞ്ഞിൻ്റെയും ഭാവി ഇപ്രകാരം ഇരുട്ടിൽ ആയിത്തീരരുത്.